ഹലോ എവ്രിവൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ടോപ്പിക്, എൻ്റെ ലാസ്റ്റ് വീഡിയോ ആ ഒരു ടോപ്പിക്കിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് കമൻറ്റ് ഇതായിരുന്നു, ദാറ്റ് എന്തിനാണ് ശത്രുത ഉള്ളത്, ഓക്കെ, എന്തുകൊണ്ട്. സോ അതാണ് ഇന്നിവിടെ കവർ ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ചില ആൾക്കാർക്ക് നിങ്ങളോട് ശത്രുത ഉള്ളത്. ഓക്കെ, സോ ലെറ്റ് സീ എന്തുകൊണ്ടാണ് ശത്രുത. ഓക്കെ, ദിസ് കാർഡ് വോണ്ട്സ് ടു ജംപ്. 9 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ വളരെ സൗഭാഗ്യവതി ആണ്. ഓക്കെ, സോ ഏത് മെമ്പേഴ്സ്ക്കാണോ നിങ്ങളോട് ജലസി ഉള്ളത്, അവർക്ക് തോന്നുന്നത് നിങ്ങൾ വളരെയധികം ഗുഡ് ഫോർച്യൂൺ ഉള്ള ആളാണ്. ദാറ്റ് ഈസ്, നിങ്ങൾക്ക് സൗഭാഗ്യം നിറഞ്ഞിരിക്കുകയാണ്. ദൈവം നിങ്ങളെ എല്ലാ രീതിയിലും സൗഭാഗ്യത്തിലാണ് വളർത്തുന്നത്. ഓക്കെ, പണമായിക്കോട്ടെ, സൗന്ദര്യമായിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഓക്കെ, ബന്ധങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ആഗ്രഹങ്ങളായിക്കോട്ടെ, ഈവൻ ആഗ്രഹങ്ങൾ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കൊണ്ടുതരുന്നു എന്നതാണ് ഈ ആൾക്കാർക്ക് തോന്നുന്നത്. ഓൾറൈറ്റ്, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ജീവിതത്തിൽ എന്നാണ് അവരുടെ തോന്നൽ. നിങ്ങൾക്കെല്ലാം ഫ്രീയിലാണ് ലഭിക്കുന്നത്. ദാറ്റ് ഈസ്, നിങ്ങൾ ആഗ്രഹിക്കുന്നു, ദൈവം നിങ്ങൾക്ക് കൊണ്ടുതരുന്നു, നിങ്ങൾ അതിന് ബുദ്ധിമുട്ടുന്നില്ല എന്നാണ് ഈ മെമ്പേഴ്സിന് തോന്നുന്നത്. ഓക്കെ, സോ ബ്യൂട്ടിഫുൾ ഇസന്റ് ഇറ്റ്. ദാറ്റ് ഈസ്, ഇത്രയും സ്ട്രഗിൾ കഴിഞ്ഞായിരിക്കും ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഒരു ലെവലിലെത്തിയത്. പക്ഷേ നിങ്ങളുടെ സ്ട്രഗിൾസ് അവർ കാണാൻ മടിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഗ്ലോ, ദാറ്റ് ഈസ്, നിങ്ങൾ ഇത്ര ഐശ്വര്യത്തിൽ ജീവിക്കുന്നു എന്നതാണ് അവർക്ക് ബുദ്ധിമുട്ട്. ഓക്കെ, ഫണി ഇൻ എ വേ. ഓൾറൈറ്റ്, എന്തിനാണ് പ്രേക്ഷകരോട് ശത്രുതയുള്ളത്? ക്വീൻ ഓഫ് കപ്സ്, 7 of Pentacles. Okay, I'll take this. 5 of Wands, and 5 of Swords. Okay. So, നിങ്ങളോട് ശത്രുതയുള്ള ആൾക്കാർക്ക് അവർക്കറിയാം നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങളുടെ അടുത്ത് വന്നൊരു കള്ളം പറഞ്ഞാൽ അത് ഫലിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് ആളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. പലപ്പോഴും അവർക്കും ആ കഴിവുണ്ട്. പക്ഷേ ആ കഴിവിനെ, ദാറ്റ് ഈസ്, സ്വയമേ ഏറെ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ചെന്ന് അവരുടെ ചപലത്തെ, ദാറ്റ് ഈസ്, സ്വന്തം കാര്യങ്ങൾ നേടാൻ വേണ്ടി ഏത് രീതിയിലും തെറ്റാ മാർഗങ്ങൾ എടുക്കുന്നവർ. ഓക്കെ, കള്ളം പറയുന്നതാകാം, ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയുന്നതാകാം, അല്ലെങ്കിൽ ചെറിയൊരു കാര്യം വലുതാക്കി പറയുന്നതാകാം. ഓക്കെ, പക്ഷേ ആ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും അവരുടെ മോട്ടീവ്, അവരെന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് പിടികിട്ടത്തില്ല. ബട്ട് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അത് നടക്കാറില്ല. ഈവൻ തോ നിങ്ങളൊന്നും പറയാറില്ലായിരിക്കാം, പക്ഷേ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അവർക്ക് തന്നെ അറിയാം, ദാറ്റ് നിങ്ങൾക്കറിയാം. ഓക്കെ, പ്രേക്ഷകർക്കറിയാം അവരെന്താണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലിരിപ്പ് എന്താണ്. ഓക്കെ, നിങ്ങൾക്കറിയാൻ പറ്റുന്നുണ്ട്. ആൻഡ് അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, എവിടെയോ ഈ ഒരു നല്ല കഴിവ് നിങ്ങളെ ജീവിതത്തിൽ വിജയിപ്പിക്കുന്നുമുണ്ട്. ഓക്കെ, അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, നിങ്ങളിൽ ചിലർ ദൈവവിശ്വാസികളായിരിക്കാം. ഓക്കെ, സോ ആ ദൈവവിശ്വാസം, ദാറ്റ് ഈസ്, നിങ്ങളുടെ ആ ഒരു കണക്ഷൻ, നിങ്ങളുടെ ആ ബന്ധം ദൈവമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലീജിയസ് റിച്വൽസ് ആയിക്കോട്ടെ, അതുമായിട്ട് അത് അവർക്ക് അത്രയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല. മൈറ്റ് ബി അവർ ആ ഒരു ടൈപ്പല്ല. അവർ അമ്പലത്തിലോ അല്ലെങ്കിൽ ദേവാലയങ്ങളിലോ, ഓക്കെ, ഏത് മതത്തെ വിശ്വസിക്കുന്നവരായിക്കോട്ടെ, അവർ ആ മതത്തിലെ ആ ഒരു പ്രമുഖ സ്ഥാപനത്തിൽ, ഓക്കെ, അത് സ്ഥാപനം എന്നാണ് ഞാൻ പറയുന്നത്, ബിക്കോസ് എനിക്ക് വാക്ക് കിട്ടുന്നില്ല. അത് അമ്പലമാകാം, മോസ്ക് ആകാം, ചർച്ച് ആകാം. ഓക്കെ, അവിടെ പോകാറുണ്ടാകാം. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് പോലെ, ഓക്കെ, നിങ്ങൾ
കൂടുതൽ ചെയ്യും. ഓക്കെ, അതെന്താണ് ചെയ്യുന്നത്? ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ എല്ലാവരും ഒരു ക്യാൻഡിലാണെങ്കിൽ നിങ്ങൾ 4 ക്യാൻഡിൽ എക്സ്ട്രാ കത്തിക്കുന്നുണ്ടാകാം. ഓക്കെ, നിങ്ങൾ ഒരു വിളക്കാണെങ്കിൽ ചിലപ്പം അവരൊരു വിളക്കാണ് കത്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ചിലപ്പം ഒരു വിളക്ക് മുമ്പിൽ, പിന്നെ ഓരോ ദൈവങ്ങൾക്ക് ഓരോന്ന് സമർപ്പിക്കുന്നുണ്ടാകാം. സോ നിങ്ങൾ ചെയ്യുന്നത് എക്സ്ട്രാ, ആ ഒരു എക്സ്ട്രാ തിങ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറെ സൗഭാഗ്യങ്ങൾ കൊണ്ടു തരുന്നു. അത് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നത്. നിങ്ങളുടെ പേഷ്യൻസ്, ഈ 7 ഓഫ് പെൻറ്റക്കിൾസ് മീൻസ് വെയിറ്റിംഗ് ആണ്. നിങ്ങൾ ഒത്തിരി കാര്യം ചെയ്തു, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അവർ കാണുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്തു, എന്നിട്ടും നിങ്ങൾ ആ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ക്ഷമ, ഓക്കെ, പ്രതീക്ഷയുണ്ട് എന്നാൽ പ്രതീക്ഷ ഇല്ലാത്ത ആ ഒരു ആ ഒരു ലൈനിൽ നിൽക്കാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏറെ ക്ഷമയുണ്ട്, നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, പക്ഷെ റിസൾട്ട് കിട്ടുന്നില്ല. അത് ചിലർക്ക് 7 ദിവസം 7 വർഷം വരെ ആകാം. പക്ഷെ റിസൾട്ട് കിട്ടിയില്ലെങ്കിലും ആ ഒരു വെപ്രാളം ഇല്ലാത്തത്, ഓക്കെ, അത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു? ആ ഒരു ഗ്രേസ് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഉണ്ടാകുന്നു? അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അവരൊരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ടെൻഷൻ, ഭയങ്കര വെപ്രാളം, അതിനു വേണ്ടി അവരെന്തും ചെയ്യും എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ദൈവം വഴി കാട്ടിത്തരും, അല്ലെങ്കിൽ ഏഞ്ചൽസ് വഴി കാട്ടിത്തരും എന്നുള്ള ഒരു പേഷ്യൻസ് നിങ്ങളുടെ, അതും അവർക്ക് ബുദ്ധിമുട്ടാണ്. ആൻഡ് ചില മെമ്പേഴ്സിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പ്രേക്ഷകരുടെ മണി സോഴ്സസ് ഏരിയയാണ്. ദാറ്റ് ഈസ്, എല്ലാവരും ഒരു കാര്യത്തിൽ നിന്ന് പണം നേടുന്നെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ നിന്ന് പണം നേടുന്നുണ്ട്. നിങ്ങളിൽ ചിലർ ക്രിയേറ്റീവ് വർക്ക് ആയിരിക്കാം ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് പല കാര്യം, ചിലപ്പോൾ ഓഫീസിൽ നിങ്ങൾ 9 to 5 ജോബ് ഉണ്ടാകാം, പിന്നെ നിങ്ങൾ പാർട്ട് ടൈം ചെയ്യുന്നുണ്ടാകാം. അതുകൂടാതെ ചിലർക്ക് ബിസിനസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഫാമിലി ബിസിനസ്സിൽ നിന്നൊരു ഷെയർ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, സംതിങ്. ഓക്കെ, എല്ലാവർക്കും അല്ല, എന്നാൽ ചില പ്രേക്ഷകർക്ക് ഒരു സോഴ്സിൽ നിന്ന് ഏറെ കൂടുതൽ സോഴ്സസ് ഉണ്ട് പണത്തിൻ്റെ. അതും ഈ മെമ്പേഴ്സിന് ശരിയാവുന്നില്ല. ഓക്കെ, അവർക്കത് കാണുമ്പോൾ അവർക്കത് എടുക്കാനൊരു ബുദ്ധിമുട്ടാണ്. 5 of Wands ആണ്. ഓക്കെ, ഐ തിങ്ക് ഈ ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ്, നിങ്ങളുടെ ഈ പേഷ്യൻസ് മാറ്റണം. ഓക്കെ, നിങ്ങളെയും വെപ്രാളത്തിൽ കൊണ്ടുവരണം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അതിൽ നിന്ന് വഴി തെറ്റിക്കണം. ഓക്കെ, എന്നാഗ്രഹിച്ച് വരാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അവർ എത്ര, ദാറ്റ് ഈസ്, നിങ്ങൾക്കെതിരെ പല കാര്യങ്ങൾ പറഞ്ഞു നടക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ പോലും അവർ വിജയിക്കുന്നില്ല. ബിക്കോസ് 5 ആണ്. 5 of Wands, 5 of Swords. ലൈഫിൽ ഏറെ കെയോസ് ക്രിയേറ്റ് ചെയ്യാൻ, ലൈഫിൽ ഏറെ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു. ആൻഡ് അതിനവർ ചെയ്യുന്നുമുണ്ട്. സ്വോർഡാണ്, വാക്കുകൾ കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു, നിങ്ങളെ വിഷമിപ്പിക്കുന്നു. നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ വേർതിരിക്കാൻ അവർ ശ്രമിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടോ അവർ വിജയിക്കുന്നില്ല. ഓക്കെ, അതും അവർക്കൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ട്. 3 of Pentacles. ഓക്കെ, Knight of Pentacles. ഓക്കെ, 3 of Pentacles. ദാറ്റ് ഈസ്, സാമ്പത്തികം മാത്രമല്ല, നിങ്ങളുടെ നോളജ്, ഓക്കെ, നിങ്ങളുടെ കഴിവ്, അതാണ് അവർക്ക് ബുദ്ധിമുട്ട് നൽകുന്നത്. ഓക്കെ, നിങ്ങൾ വളരെയധികം കഴിവുകളുള്ള പ്രേക്ഷകരാണ്. ചില പ്രേക്ഷകർക്ക് അവരുടെ കഴിവ് വലുതായിട്ട് ഉയർത്താൻ പറ്റി കാണില്ല. ബിക്കോസ് ഇങ്ങനത്തെ ചുറ്റുപാടിൽ ഏറെ ഇങ്ങനത്തെ ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾ ഏറെ ട്രബിൾ ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ കഴിവിനെ നിങ്ങൾക്ക് വലുതാക്കാൻ പറ്റി കാണില്ല. ഓക്കെ, എന്നാൽ പോലും ഈ ആൾക്കാർക്കറിയാം നിങ്ങളുടെ കഴിവുകൾ വലുതാണ്. ഓക്കെ, ആൻഡ് ഈ കഴിവ് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരതയുണ്ട്. അത് പണത്തിൻ്റെ ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്ന അതിലൊരു സ്ഥിരതയുണ്ട്. പക്ഷേ ഈ സ്ഥിരത ചിലപ്പോൾ ഈ പറയുന്ന മെമ്പേഴ്സിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. ഓക്കെ, അവർ കാണിക്കുന്നുണ്ടാകാം അവർക്ക് വേറെ സ്ഥിരതയുണ്ടെന്നുള്ളത്, പക്ഷേ എനിക്കത് തോന്നുന്നില്ല. ഡെവിൾ ആണ് വന്നത്. സോ ലെറ്റ് മീ ജസ്റ്റ് കവർ ഇറ്റ് അപ്പ്.
സോ ഡെവിൽ കാർഡ്, നിങ്ങളുടെ എല്ലാ മെമ്പേഴ്സിനും അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. ഞങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ അതിൽ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് കാണും. ഓക്കെ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ സാധനങ്ങളുണ്ടെങ്കിൽ അവരുടെ ആശയം എന്ന് പറയുന്നത് നിങ്ങളുടെ നെഗറ്റീവ് എന്താണ് അത് കണ്ടുപിടിക്കണം. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ നെഗറ്റിവിറ്റി കയറ്റി വിടണം, എന്നാൽ അവർക്ക് സംതൃപ്തി ഉണ്ടാകും. ഓക്കെ, സോ അതൊക്കെ ഇവരുടെ വലിയ പ്രശ്നങ്ങളാണ്. ഓൾറൈറ്റ്, 4 ഓഫ് വാൻഡ്സ് ആണ് വന്നത്. നിങ്ങളുടെ വീട് വളരെയധികം ശാന്തത, സമ്പൂർണത, ഓക്കെ, ദാറ്റ് ഈസ് പീസ് ആൻഡ് ഹാർമണി ഉള്ള വീടാണെങ്കിൽ അതും അവർക്ക് തൃപ്തികരം അല്ല. ഓക്കെ, ഏറെ സമാധാനമുള്ളൊരു വീടാണെങ്കിൽ അതവർക്ക് ഏൽക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം സമാധാനം അവർക്ക് ഇഷ്ടമല്ല നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളും നിങ്ങളുടെ സ്പൗസും, ഓക്കെ, കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ സ്പൗസ്, കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പേരൻസും താമസിക്കുന്ന ഈ ഒരു വീട്, ഓക്കെ, അതിൽ നിങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമ അതും ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അവരുടെ തോന്നൽ ദാറ്റ് ഈസ് നിങ്ങളുടെ കുടുംബത്തിനും ഈശ്വരൻ ഏറെ സമൃദ്ധി നൽകി, നിങ്ങൾക്കും നൽകി, നിങ്ങൾക്ക് അതിൽ അർഹതയില്ല എന്നാണ് ഇവർക്ക് തോന്നുന്നത്. കാരണം അവരുടെ ധാരണ ദാറ്റ് ഈസ് നിങ്ങൾ ഇതിനു വേണ്ടി, ദാറ്റ് ഈസ് ഈ ഒരു നല്ല കർമ്മം അല്ലെങ്കിൽ നല്ല ഐശ്വര്യത്തിന് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്നതാണ് അവർക്ക് തോന്നൽ. ആൻഡ് അത് തന്നെയാണ് അവർ 4 പേരോട് പറഞ്ഞ് നടക്കുന്നത്. ഓക്കെ, വണ്ടർഫുൾ. ദാറ്റ് ഈസ് ഒരാളുടെ ജീവിതത്തെ പറ്റി അറിയില്ല, പക്ഷേ കമൻറ്റ് പറയണം. ഇസ്ന്റ് ഇറ്റ്? അതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, സോ ലെറ്റ് മീ സീ സംതിങ് എൽസ്. ഈ പ്രേക്ഷകരുടെ ഈ ചിന്താഗതി, ഓക്കെ, നോട്ട് പ്രേക്ഷകർ, ഏതാൾക്കാരാണോ പ്രേക്ഷകരെ ശത്രുവായിട്ട് കാണുന്നത് അവരുടെ ചിന്താഗതി എന്നെങ്കിലും മാറുമോ? അവരുടെ ചിന്താഗതി, ഓക്കെ, അവരുടെ ചിന്താഗതി എന്നെങ്കിലും മാറുമോ? വിസ്ഡം, യൂണിവേഴ്സ്, ഹാർട്ട് ചക്ര. സോ സി, ഈ പറയുന്ന നിങ്ങളെ ശത്രുവായിട്ട് കാണുന്ന ആൾക്കാർ, അവർ നിങ്ങളെ ശത്രുവായിട്ട് കാണുന്നുണ്ട്. കാരണം ഇതൊക്കെയാണ് അവരുടെ കാരണം. ഓക്കെ, പക്ഷേ അവർക്ക് ഇതും അറിയാം, ദാറ്റ് ഈസ് അവരുടെ ജീവിതത്തിൽ അവർ മുന്നോട്ട് പോകാത്തത് കാരണം അവർ ആ ശത്രുത വെക്കുന്നുകൊണ്ടാണ്. ഓക്കെ, എവിടെയോ അവരുടെ ഹാർട്ട് ചക്ര ഹീലാകാൻ സമയം എടുക്കുന്നതാണ്. ഓക്കെ, അവർക്കറിയാം ദാറ്റ് നിങ്ങൾ അലൈൻഡ് ആണ്, നിങ്ങൾക്ക് ഏറെ നോളജ് ഉണ്ട്. ആ നോളജ് വെച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ദൈവവിശ്വാസം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു അത് വിശ്വാസത്തോടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഐ വുഡ് സേ അവരുടെ ഹാർട്ട് ചക്ര ഹീൽ ആകുകയാണെങ്കിൽ യെസ്, അവർ ആ കാര്യം നിങ്ങൾക്കെതിരെ മാറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവരെ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത്. ഓക്കെ, ഈ ഏത് ആൾക്കാരാണോ പ്രേക്ഷകരെ ശത്രുവായി കാണുന്നത് അവർ അംഗീകരിക്കുമോ ദാറ്റ് ഇത് അവരുടെ ശത്രുതയാണ്, അല്ലാതെ പ്രേക്ഷകരുടെ തെറ്റല്ല എന്നുള്ളത്? നോ. ഓക്കെ, നോ. ഓൾറൈറ്റ്, 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നത്. അവർക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, നിങ്ങൾ തികഞ്ഞവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സൗഭാഗ്യം ഫ്രീയിൽ കിട്ടുന്നതാണ്, അല്ലാതെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അല്ല. ഓക്കെ, അതിൽ കഴിയാനാണ് അവർക്കിഷ്ടം. നിങ്ങളെ എന്നേക്കും താഴ്ത്തി കാണിക്കണം എന്നതാണ് അവർക്കിഷ്ടം. അവർക്കിഷ്ടം നിങ്ങളുടെ കയ്യിൽ പണമില്ലാതിരിക്കുന്നതും ആൻഡ് പണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നത് അത് കാണാനാണ് അവർക്കിഷ്ടം. അവരുടെ ഇഷ്ടമാണ് ദാറ്റ് നിങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അത് പേരൻസുമായിട്ടായിക്കോട്ടെ, നിങ്ങളുടെ റിലേറ്റീവ്സായിട്ടും ആയിക്കോട്ടെ, നിങ്ങളുടെ സ്പൗസുമായിട്ടായിക്കോട്ടെ, ആ റിലേഷൻഷിപ്പ് നല്ലതായി പോകരുത്.
ദാറ്റ് ഈസ് നാനാഭാഗങ്ങളിലൂടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നുകൊണ്ടേ ഇരിക്കണം എന്നതാണ് അവർക്കിഷ്ടം. സോ ആ ഇഷ്ടം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ പ്രേക്ഷകർ ഇവിടെ എന്താ ചെയ്യേണ്ടത്? യൂണിവേഴ്സിനോട് എന്നും താങ്ക് യു പറയുക, ദാറ്റ് നിങ്ങൾക്ക് നല്ല ബ്ലെസ്സിങ്സ് നൽകിയതിന്. ഓക്കെ, അത് കൂട്ടിത്തരാൻ പറയുക. ഓക്കെ, ആഫർമേഷൻസ് കൊടുക്കുക. നിങ്ങളുടെ ജീവിതം ഈ പറയുന്ന ശത്രുക്കൾ അല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ശത്രുക്കൾ ഇനി എന്ത് വിചാരിച്ചാൽ പോലും അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും മാറ്റാൻ കഴിയില്ല, അൺലെസ് ആൻഡ് അൺടിൽ ദൈവം വിചാരിച്ചാൽ. ഓക്കെ, സോ ഈ ഒരു ടോപ്പിക്, ബിക്കോസ് ആ ഒരു കമൻറ്റിൽ എഴുതിയിരുന്നു എന്തിനാണ് ശത്രുത, ഓക്കെ, എന്ത് ചെയ്തിട്ടാണ്. സോ അതാണ് ഇവിടെ ഞാൻ നോക്കിയത്. നിങ്ങളൊന്നും ചെയ്തിട്ടല്ല, നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, സോ നിങ്ങൾക്കോ അല്ലെങ്കിൽ ആ മെമ്പേഴ്സിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഇതാണ് ഒരു ഷോർട്ട് റീഡിങ്, എന്തുകൊണ്ടാണ് അവർക്ക് നിങ്ങളോട് ശത്രുത. ഓക്കെ, സോ ഈ റീഡിങ് റെസൊനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യുക, ബിക്കോസ് അവിടെയാണ് ഞാൻ ഷോർട്സ് ആദ്യം ഇടുന്നത്. അവിടെ അഫർമേഷൻസ് ഇടാറുണ്ട്, പല കാര്യങ്ങളും. ഓക്കെ, ഹീലിങ്സും ഇടയ്ക്ക് കൊണ്ടുവരുന്നതാണ്. ആൻഡ് എൻ്റെ മറ്റൊരു ചാനലായ എൻലൈറ്റൻ എൻചാൻറ്റഡ് 1111 അതും ജോയിൻ ചെയ്യുക, ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ബിക്കോസ് അവിടെ പിക്ക് എ കാർഡ് റീഡിങ് ചെയ്യുന്നതാണ്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.